അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. BJ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മതിയായ പരിശോധനകൾ നടത്താത്തതിനാലാണ് അപകടമുണ്ടായതെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ 24-നോട് പ്രതികരിച്ചു. अगर टेक्निकल इश्यू भी हुआ तो 60 सेकंड के अंदर इंजन कैसे सीज हो जाएगा या जो भी है. 2 इंजन होते हैं, एक इंजन के बाद दूसरा इंजन भी ख़त्म होने के बाद 1 मिनट में फ्लाइट नीचे आ गया. तो अगर इंजन में प्रॉब्लम था तो एयरक्राफ्ट मेंटेनेंस इंजीनियर जो चेक करते हैं फ्लाइट टेक ऑफ के पहले, तो उन्होंने कैसे चेक किया था कि उनको थोड़ा तो मालूम होना चाहिए कि ये फ़्लाइट उड़ने के काबिल नहीं है, कुछ इंजन में प्रॉब्लम है. और वैसे भी एयर इंडिया के जो भी न्यूज़ में देखा कि पास्ट में भी 2-3 अभी ऐसे बनाव बन चुके हैं. तो एयर इंडिया इसके लिए किसको जिम्मेदार, उनके इंजीनियरिंग को या खुद को मानता है? അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിഷ്ണു, എന്താണിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ഈ DNA പരിശോധനകൾ നടത്തുന്നു, തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഏതാണ്ട് ഒരു 100-ലധികം പേരെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണെന്ന് പറയുന്നു, ചിലരെ കാണാനില്ല എന്ന് പറയുന്നു. എന്താണ് ആശുപത്രിയിലെ സാഹചര്യം? വിഷ്ണുവിടെ എത്തിയപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വിജയകുമാർ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം കർശനമായ നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ DNA പരിശോധന അടക്കം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നിർദ്ദേശമാണ്. അതിന്റെ ഭാഗമായി DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമായി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് ഈ പരിക്കേറ്റ ആളുകളുടെ കാര്യമാണ്. 49 പേരുടെ പേരുകൾ മാത്രമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന അനൌദ്യോഗിക കണക്കുണ്ട്. ഈ സ്ഥിരമായ അല്ലെങ്കിൽ ഒരു വ്യക്തമായ കണക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അത് 2 ദിവസത്തിനകം അത്തരത്തിലൊരു കണക്ക് കൂടി പുറത്തു വരും. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളിലടക്കം ചിലരുടെ നില ഗുരുതരമാണ്. അങ്ങനെയെങ്കിൽ മരണനിരക്ക് അടക്കം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഈ ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. നിലവിൽ എല്ലാവർക്കും വേണ്ട അടിയന്തര സഹായങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ഡെസ്ക്, ഹെൽപ്പ് ഡെസ്ക് അടക്കം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി തന്നെ വൈകിട്ടോടുകൂടി ആശുപത്രിയിലെത്തി ആ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ നടക്കാൻ പോകുന്ന നടപടി ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വ്യക്തത വരും. നാളെയാണ് പത്തനംതിട്ട സ്വദേശിയായ രജിതയുടെ സഹോദരൻ ആശുപത്രിയിലേക്ക് എത്തുക. DNA പരിശോധനയുടെ ഭാഗമായി അദ്ദേഹം എത്തും. ഒരുപക്ഷെ നാളെ തന്നെ രജിതയുടെ മൃതദേഹം വിട്ടു നൽകാനാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വിജയകുമാർ. യെസ്, അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നാണ് വിഷ്ണു ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശുപത്രിയിൽ ഉള്ള ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളിൽ അധികവും നാട്ടുകാരും ഈ ഹോസ്റ്റലിലെ താമസിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമാണ്. അതിൽ എത്ര പേരെ ഇനി കാണാനുണ്ട് എന്നതിൽ പോലും കൃത്യമായ വിവരമില്ല എന്ന് രാവിലെയും ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. നമ്മൾ കരുതിയതിനേക്കാൾ വലിയ ആഘാതം ആ ഹോസ്റ്റലിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. 50ഓളം കുട്ടികൾക്ക് ജീവൻ നഷ്ടമായി എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്ന